1:30 ഇവിടെ നിന്നും ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എടുക്കുമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിലും പക്ഷേ എങ്ങനെ സാധ്യമാകുമെന്ന ഒരു സംശയമാണ് അഭിലാഷ് പ്രകടിപ്പിച്ചത്. കാരണം അത്രയധികം ആളുകൾ റീത്തുകളും പുഷ്പങ്ങളും റോസാപ്പൂക്കളും ഒക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. സത്യത്തിൽ പോലീസിനും റെഡ് വോളണ്ടിയേഴ്സിനും ഒക്കെ അവരെ നിയന്ത്രിക്കാൻ തന്നെ വല്ലാതെ പാടുപെടേണ്ടി വരുന്നുണ്ട്. ഈ വന്നു നിൽക്കുന്നവരൊക്കെ മണിക്കൂറുകളായി ഇന്നലെ മുതലൊക്കെ അവിടെ കാത്തു നിൽക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് ഒരൊറ്റ നോട്ടമെങ്കിലും VS-നെ ഒന്ന് കണ്ടാൽ മതി എന്ന പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്നവരാണ്. പക്ഷേ 1:30 എടുക്കണമെങ്കിൽ അത് എല്ലാവർക്കും അത് സാധ്യമാകുമെന്ന് തോന്നുന്നില്ല. സമയം ഇപ്പോൾ തന്നെ 1:23 ആളുകൾ തിക്കിത്തിരക്കി കയറുകയാണ്. ബാരിക്കേഡ് തകരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പരമാവധി ശ്രമിക്കുന്നുണ്ട് റെഡ് വോളണ്ടിയർമാരും പോലീസും. പക്ഷെ വലിയ തിരക്കാണ്. ബാരിക്കേഡ് ഇപ്പോൾ ശരിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. വലിയ 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 ജനക്കൂട്ടം. റെഡ് വോളണ്ടിയർമാർ കഷ്ടപ്പെടുകയാണ് ഈ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ. ശരിയാണ്, ഈ ഒരു സാഹചര്യത്തിൽ തെറ്റു പറയുകയല്ല. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പലരും ഫോണിൽ VS-നെ പകർത്താനുള്ള ഒരു വ്യഗ്രത, അത് പലപ്പോഴും ആ തിരക്ക് കൂട്ടാനേ ഉപകരിക്കും. പോലീസ് കൈകൾ കോർത്തു പിടിച്ച് ആ ദൃശ്യങ്ങളിൽ കാണാമെങ്കിൽ പോലീസ് കൈകൾ കോർത്ത് ഇപ്പോൾ ആളുകളെ കൂടുതലായി അകത്തേക്ക് കടക്കാതെ, അതായത് ഇപ്പോൾ ഉള്ള ആളുകൾ പുറത്തിറങ്ങാതെ കടക്കാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. പോലീസും റെഡ് വോളണ്ടിയർമാരും ഒരുമിച്ച് ആ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ, ഒരു വേള നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ജനക്കൂട്ടം വരികയും ബാരിക്കേഡിന് കേടുപാട് പറ്റുകയും ചെയ്തു. ഇവിടെ ഇപ്പോൾ പരമാവധി ആളുകളെ നിയന്ത്രിക്കാനുള്ള ശ്രമമാണ് പോലീസും റെഡ് വോളണ്ടിയർമാരും നടത്തുന്നത്. അല്ല അഭിലാഷ്, ഇപ്പോൾ ആളുകൾ ഇത്രയും നേരം കാത്തിരുന്നാണ്. അതിൻ്റെ ഒരു വൈകാരികമായ ഒരു പ്രശ്നമാണ് ഇപ്പോൾ അല്ലേ. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെങ്കിലും ആളുകളും കൂടി കുറച്ചുകൂടി മനസ്സിലാക്കട്ടെ. സമയം 1:24 ഇനി ജില്ലാ കമ്മിറ്റി ഓഫീസിലുമാണ് പോലീസ് ഗ്രൗണ്ടിലും ഒക്കെ പൊതുദർശനം ഉള്ളതാണ്. വൈകിട്ടോടുകൂടി തന്നെ സംസ്കാരം പൂർത്തിയാക്കും. ആ കാര്യങ്ങൾ കൂടി ആളുകൾ മനസ്സിലാക്കി അല്ലെ, തിരക്കൂട്ടുന്നവർ പരമാവധി ഒന്ന് ഒഴിഞ്ഞു നിന്ന് പോയാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലരും 12 മണിക്കൂറും 14 മണിക്കൂറും ഒക്കെ വരിയായി കാത്തു നിന്ന ആളുകളാണ്. അവർ പലരും കുതിച്ചു കയറാൻ, ഈ ബാരിക്കേഡ് ഭേദിച്ചും കയറ് കെട്ടിയത് മറികടന്നും ഒക്കെ കുതിച്ചു കയറാൻ ശ്രമിക്കുന്നതാണ് പ്രശ്നം. വീണ്ടും പോലീസ് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പോലീസും റെഡ് വോളണ്ടിയർമാരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ നിയന്ത്രണങ്ങളെ തള്ളി മാറ്റിക്കൊണ്ട് ജനം ഉള്ളിലേക്ക് കയറുന്ന അവസ്ഥ ഒരുപക്ഷെ വേറൊരു രാഷ്ട്രീയ നേതാവിന് ഇതുപോലൊരു യാത്രയപ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. നിയന്ത്രണങ്ങളെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് വളപ്പിലേക്ക്, ഈ കോമ്പൗണ്ടിലേക്ക് ആളുകൾ തള്ളിക്കയറുന്ന സാഹചര്യം പോലും വന്നു. റെഡ് വോളണ്ടിയർമാർക്കും പോലീസിനും നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യം. ഇതിനിടയ്ക്ക് 1-2 പേർ കുഴഞ്ഞു വീഴുകയും ചെയ്തു. അഭൂതപൂർവമായ രംഗങ്ങളാണ് ഈ വേലിക്കകത്ത് വീട്ടിൽ ഇപ്പോൾ ഉള്ളത്. അത്രയധികം ആളുകളാണ് VS-നെ ഒരു നോക്ക് കാണാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ നിയന്ത്രിക്കാനുള്ള ശ്രമം, ഈ വേളയിൽ അവരെ നിയന്ത്രിക്കാനുള്ള ശ്രമം പൂർണ്ണമായും വിജയിക്കുന്നില്ല. റെഡ് വോളണ്ടിയർമാരും പോലീസും അത്യധ്വാനം ചെയ്യുന്നുണ്ട്, പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വണ്ണം ഇപ്പോൾ ജനങ്ങൾ ഇങ്ങോട്ട് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ആളുകൾ തിരക്ക് കൂട്ടുന്നത് അപകടങ്ങൾ ഉണ്ടാക്കും. അതുണ്ടാകാതിരിക്കട്ടെ ആളുകൾ ശ്രദ്ധ പുലർത്തുക എന്ന് പ്രതീക്ഷിക്കുന്നു. മണിക്കൂറുകളായി അവിടെ കാത്തു നിൽക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും അവസാന മിനിറ്റുകളാണ്. ഈ കുറച്ച് സമയം കൂടിയേ പൊതുദർശനം ഉള്ളൂ എന്നറിയുമ്പോൾ കാണാനുള്ള വ്യഗ്രത സ്വാഭാവികമാണ്. പക്ഷേ പോലീസിനും റെഡ് വോളണ്ടിയേഴ്സും ഒക്കെ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിന് അപ്പുറമുള്ള ആൾക്കൂട്ടമാണ്. അതുകൊണ്ട് പരമാവധി അവർ ശ്രമിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കൈകൾ കോർത്ത് പിടിച്ച് നിർത്തിക്കൊണ്ടാണ് ആ തിരക്ക് നിയന്ത്രിക്കാനൊക്കെ റെഡ് വോളണ്ടിയേഴ്സും പോലീസും ഒക്കെ ശ്രമിക്കുന്ന. ആളുകൾ ഇങ്ങനെ തിക്കിത്തിരക്കി ഉള്ളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പരമാവധി ആളുകൾ വേഗത്തിൽ കണ്ട് പുറത്തേക്ക് പോയാൽ അത്രയും അധികം ആളുകൾക്ക് അവസാനമായി ഒരു നിമിഷം പോലുമില്ല ഒന്ന് കാണാൻ ഉള്ളൊരു അവസരം കിട്ടും. കാരണം ഇപ്പോൾ തന്നെ സമയം 1:30 ആകുന്നു. ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകണം. അവിടെ അരമണിക്കൂറോളം പൊതുദർശനമുണ്ട്. ശേഷം പോലീസ് ഗ്രൗണ്ടിലേക്ക്, അവിടെ നിന്നുമാണ് വലിയ ചുടുകാടിലേക്ക് സംസ്കാരത്തിനായി VS-നെ കൊണ്ടുപോവുക. ദൃശ്യങ്ങളിൽ ആളുകളിങ്ങനെ തിങ്ങി നിറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അഭിലാഷ്, ഇവിടുന്ന് ഈ വീട്ടിൽ നിന്ന് എത്ര ദൂരമുണ്ട് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക്? അത് വേഗത്തിൽ പൂർത്തിയാക്കല്ലേ? അതിനിടയിൽ നിന്നും അങ്ങനെ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുമോ? 2 കിലോമീറ്റർ താഴെ ദൂരം മാത്രമേ ഉള്ളൂ.
ഇനി വേറെ പോയിന്റുകളോ എവിടെയെങ്കിലും വണ്ടി നിർത്തുകയോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നേരെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കാണ്. ഇവിടെ ഇപ്പോൾ ഒന്നരയ്ക്ക് VS-ന്റെ ഭൗതിക ശരീരം DC ഓഫീസിലേക്ക് കൊണ്ടുപോകുമെന്ന് അനൗൺസ് ചെയ്തതിനെ തുടർന്നാണ് ഇത്രയധികം ആളുകൾ പുറകിൽ നിന്ന് തള്ളിക്കയറാൻ ശ്രമിക്കുകയും ബാരിക്കേഡ് ഒരു ഭാഗം തകരുകയും ചെയ്തത്. ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ റെഡ് വോളണ്ടിയർമാരും കൈകൾ കോർത്ത് പിടിച്ച് പരമാവധി ഈ ജനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ റെഡ് വോളണ്ടിയർമാർക്കും പോലീസിനും ഇവിടെ സുഗമമായി നിയന്ത്രിക്കേണ്ട ആവശ്യമുണ്ട്. അതേസമയം ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് എങ്ങനെയെങ്കിലും VS-നെ ഒന്ന് കണ്ടാൽ മതി എന്നുള്ള ഒരു അവസ്ഥയുമാണ്. വളരെ ചുരുങ്ങിയ സമയം, 10 സെക്കൻഡിൽ താഴെ സമയം മാത്രമാണ് ഇതിനകത്ത് തങ്ങാൻ പോലും അനുവദിക്കുന്നത്. പക്ഷേ ഈ വലിയ ജനക്കൂട്ടം ഇതുപോലെ തള്ളിക്കയറുന്നു. അതുകൊണ്ട് തന്നെ 1:30 എന്ന സമയം എന്തായാലും പാലിക്കാൻ പറ്റില്ല. പരമാവധി ആളുകളെ വേഗം കടത്തിവിടാനുള്ള ശ്രമം നടത്തണമെന്ന് പാർട്ടി നേതാക്കൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. പക്ഷേ വേഗം കടത്തിവിടുന്നതിനും പരിമിതി ഉണ്ടല്ലോ. ആ ദൃശ്യങ്ങൾ കാണാമെന്നൊന്ന് വിചാരിക്കുന്നു.